നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും തലക്കെട്ടുകളും പരിശോധിക്കാം. ഇന്ന് പ്രധാനമായും 3 വാർത്തകളാണുള്ളത്. ഒന്ന്, വയനാട്ടിലെ ചൂരൽമലയിലെ ഉരുൾപൊട്ടലിലെ രക്ഷാപ്രവർത്തനം, അവിടെ ഉണ്ടായ അപകടവുമായി ബന്ധപ്പെട്ടുള്ള രക്ഷാപ്രവർത്തനം സൈന്യം അവസാനിപ്പിച്ചു. അതുപോലെ തന്നെ അവിടെ അവസാനമായി ഇപ്പോൾ പുറത്തുവിടുന്ന മരണക്കണക്ക്, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാർത്ത ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്നലെ ഇന്ത്യക്ക് ഒരു വെങ്കല മെഡൽ കൂടി ലഭിച്ചു. 50 മീറ്റർ റൈഫിൾ ഷൂട്ടിങ്ങിലാണ് വെങ്കല മെഡൽ ലഭിച്ചത്. സ്വപ്നിൽ കുശാൽ എന്ന വ്യക്തിക്കാണ് വെങ്കല മെഡൽ ലഭിച്ചത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട വാർത്ത, പട്ടികജാതി വിഭാഗത്തിൽ ഉപവിഭാഗത്തെ രൂപീകരിക്കുവാനുള്ള അധികാരം സംസ്ഥാന സർക്കാരിനുണ്ട് എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. ഇനി ഓരോ പത്രങ്ങളും പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്തകൾ ഏതെന്ന് പരിശോധിക്കാം. ആദ്യം കേരള കൗമുദിയാണ്. കേരള കൗമുദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രമായി നൽകിയിട്ടുള്ളത് ബെയിലി പാലത്തിൽ സൈനികർ നിൽക്കുന്ന ചിത്രമാണ്. 297 മരണം സ്ഥിരീകരിച്ചു എന്ന വാർത്തയാണ് കേരള കൗമുദി പറയുന്നത്. ബാക്കിയില്ല പ്രാണൻ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം ഇന്ത്യക്ക് 3ാം വെങ്കലം എന്ന തലക്കെട്ടോടുകൂടി ചെറിയൊരു വാർത്തയായി ഇടതുഭാഗത്ത് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 3ാം വെങ്കലം ലഭിച്ച വാർത്ത ഇടതുഭാഗത്ത് ചെറുതായി നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി തന്നെ അല്പം നല്ല പ്രാധാന്യത്തോടുകൂടി തന്നെ സുപ്രീം കോടതിയുടെ ചരിത്രവിധി, പട്ടികജാതി സംവരണം സബ് ക്വാട്ട ആകാമെന്ന തലക്കെട്ടോടുകൂടി ഉപവിഭാഗത്തെ തിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട് എന്ന സുപ്രീം കോടതിയുടെ വിധിയുമായി ബന്ധപ്പെട്ട വാർത്തയുണ്ട്. ഇങ്ങനെയാണ് കേരള കൗമുദി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളെ അവതരിപ്പിച്ചിട്ടുള്ളത്. ദീപികയിലേക്ക് വരുമ്പോൾ ഉയിര് തേടി എന്ന തലക്കെട്ടോടുകൂടി 289 മൃതദേഹങ്ങൾ കിട്ടിയെന്നതാണ് ദീപിക മുൻപോട്ട് വെക്കുന്ന വാർത്ത. കാണാമറയത്ത് 240 പേരുണ്ട് എന്നും പറയുന്നുണ്ട്. ആദ്യ പേജിൽ, ദീപികയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേജിൽ ഈ വാർത്തയ്ക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളത്. മറ്റ് 2 വാർത്തകൾക്കും ആദ്യ പേജിൽ എവിടെയും ഇടവില്ല. അതായത് ഒളിമ്പിക്സ് വാർത്തയ്ക്കും ഒപ്പം പട്ടികജാതി ഉപവിഭാഗവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കും ആദ്യ പേജിൽ എവിടെയും ദീപിക ഇടം നൽകിയിട്ടില്ല. മാധ്യമത്തിലേക്ക് വരുമ്പോൾ തോരാ നോവ് എന്ന തലക്കെട്ടോടുകൂടി മാധ്യമത്തിൻ്റെ ആദ്യ പേജ്, അതിൽ മൃതശരീരത്തിന് മുൻപിൽ വിങ്ങിപ്പൊട്ടി നിൽക്കുന്ന കുറേ അമ്മമാർ, സഹോദരിമാർ. അതിന് തൊട്ടു താഴെയായി പ്രിയങ്ക ഗാന്ധി മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലെത്തി അവിടത്തെ അന്തേവാസിയായ ഒരു അമ്മയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ചിത്രമാണ്. SC/ST സംവരണത്തിൻ്റെ ഉപസംവരണം എന്ന തലക്കെട്ടോടുകൂടി പട്ടിക വിഭാഗത്തിൻ്റെ ഉപസംവരണവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. വലത് ഭാഗത്തായി സ്വപ്നിൽ കുശാലിലേക്ക് വെങ്കലം എന്ന തലക്കെട്ടോടുകൂടി സ്വപ്നിൽ കുശാലിന് വെങ്കലം ലഭിച്ച വാർത്തയും നൽകിയിട്ടുണ്ട്. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ മൺമറയിൽ 466 മനുഷ്യർ എന്ന തലക്കെട്ടോടുകൂടി ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട വാർത്ത, ഉരുൾപൊട്ടൽ സംഭവിച്ച ഇടത്തിൻ്റെ വലിയൊരു ചിത്രത്തോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മലയാള മനോരമയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പേജിലേക്ക് വരുമ്പോൾ മരണമേ നിന്നെ മറക്കാൻ എന്ത് ചെയ്യണമെന്ന തലക്കെട്ടോടുകൂടി ദുരിതാശ്വാസ ക്യാമ്പിലെ ഒരു ചിത്രത്തോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. SC/ST സംവരണത്തിൽ സുപ്രീം കോടതി സുപ്രധാന വിധി കൊണ്ടുവന്ന വാർത്ത തൊട്ടു താഴെയായുണ്ട്. സ്വപ്നം പോലൊരു മെഡൽ എന്ന തലക്കെട്ടോടുകൂടി സ്വപ്നിൽ കുശാലിന് വെങ്കലം ലഭിച്ച വാർത്തയും ആദ്യ പേജിൽ തന്നെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ ആദ്യ പേജിൽ ഒരു വലിയ പരസ്യമാണ്. അത് കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട പേജിലേക്ക് വരുമ്പോൾ കാണുമോ ഒരുതരി ജീവൻ എന്ന തലക്കെട്ടോടുകൂടി അപകടത്തിൽപ്പെട്ടവരോ മരണപ്പെട്ടവരോ ഉണ്ടെങ്കിൽ അവരുടെ ശരീരം കണ്ടെത്തുവാനുള്ള പരിശ്രമത്തിൻ്റെ ഒരു വലിയ ചിത്രം. ഒപ്പം താഴെ ഹൃദയം തൊടും നേരം എന്ന തലക്കെട്ടോടുകൂടി പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ക്യാമ്പിലെത്തി ബാധിക്കപ്പെട്ടവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന 2 ചിത്രങ്ങൾ. ഉയരുന്നു മരണം, ഇതുവരെ സ്ഥിരീകരിച്ചത് 189, കണ്ടെത്താൻ ബാക്കിയുള്ളവർ 425, 400 കടക്കുമെന്ന് ആശങ്ക. മരണക്കണക്ക് 400-ന് മേളിൽ കിടക്കുമെന്നാണ് മാതൃഭൂമി പറയുന്നത്. ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരിതം സംഭവിച്ച ഇടത്ത് സന്ദർശിക്കുവാനെത്തിയ വാർത്തയും ആദ്യ പേജിൽ തന്നെയുണ്ട്. ഒപ്പം പട്ടികജാതിയിൽ ഉപവിഭാഗവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം, ഒപ്പം സ്വപ്നിൽ കുശാലിന് വെങ്കലം ലഭിച്ച വാർത്തയുമുണ്ട് ആദ്യ പേജിൽ തന്നെ. ദുരന്തമുഖവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ദേശാഭിമാനി നൽകിയിട്ടുള്ള തലക്കെട്ട് അതിജീവന പാലം എന്ന തലക്കെട്ടോടു കൂടിയാണ്. ബെയിലി പാലം നിർമ്മാണം പൂർത്തിയായി, ആശ്വാസം പകരാൻ അവിടെ മുഖ്യമന്ത്രി എത്തി. 299 മരണം നടന്നു എന്നും ദേശാഭിമാനി പറയുന്നു. 91 ക്യാമ്പുകളിലായി 9328 പേരുണ്ട് എന്ന വിവരമാണ് ദേശാഭിമാനി മുൻപോട്ട് വയ്ക്കുന്നത്. ദേശാഭിമാനിയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട പേജിൽ കണ്ണീരൊപ്പും സാന്ത്വനവുമായി മുഖ്യമന്ത്രി എന്ന തലക്കെട്ടോടുകൂടി മുഖ്യമന്ത്രി സന്ദർശിച്ച വാർത്ത, പട്ടികജാതി സംവരണവുമായി ബന്ധപ്പെട്ട വാർത്ത. അതേ ആദ്യ പേജിൽ തന്നെ വെങ്കലം കുശാൽ എന്ന തലക്കെട്ടോടുകൂടി സ്വപ്നിൽ കുശാലിന് വെങ്കലം ലഭിച്ച വാർത്തയും നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ദുരിതമുഖവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ഉള്ളുരുകി എന്ന തലക്കെട്ടാണ് ജന്മഭൂമി നൽകിയിട്ടുള്ളത്. ഒപ്പം അതിന് താഴെയായി ബെയിലി പാലത്തിന്റെ പരിശോധന നടത്തുന്ന ചിത്രം. ഒളിമ്പിക് ഷൂട്ടിങ്ങിൽ വെങ്കലം നേടി സ്വപ്നിൽ കുശാൽ എന്ന തലക്കെട്ടോടുകൂടി ചെറിയൊരു പ്രാധാന്യത്തോടുകൂടി ജന്മഭൂമി ആ വാർത്ത നൽകിയിട്ടുണ്ട്.
SEC സംവരണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ജന്മഭൂമി ആദ്യ പേജിൽ എവിടെയും ഇടം നൽകിയിട്ടില്ല. ഇനി മറ്റു ചില പ്രധാന വാർത്തകളും ശ്രദ്ധേയമായ വാർത്തകളും കാർട്ടൂണുകളും പരിശോധിക്കാം. ആദ്യം ദീപികയുടെ ഉൾപേജിൽ അഴലല എന്ന തലക്കെട്ടോടുകൂടി വയനാട്ടിലെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ചിത്രങ്ങളും വാർത്തകളുമാണുള്ളത്. ഒപ്പം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ക്യാമ്പിലെ അന്തേവാസികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ചിത്രങ്ങളും വാർത്തകളുമുണ്ട്. ദീപികയുടെ തന്നെ ഉൾപേജിൽ തീരാനോവ് എന്ന തലക്കെട്ടോടുകൂടി ദീപികയുടെ എഡിറ്റോറിയൽ പേജും വയനാടുമായി ബന്ധപ്പെട്ട ദുരന്തത്തെ സംബന്ധിച്ചാണ്. കാഞ്ഞിരകുളം ചാവടിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം, ആടുകളും കോഴികളും ചത്തു, വീട്ടിലെ വളർത്തുമൃഗങ്ങൾ ചത്തുകിടക്കുന്ന ചിത്രത്തോടു കൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് പ്രതിപക്ഷ നേതാവ് ആഹ്വാനം ചെയ്തതായി വ്യാജ പ്രചരണം. വ്യാജ വാർത്തകളുടെ മലവെള്ളപ്പാച്ചിൽ തടയാനും ഒന്നിച്ചു നിൽക്കണം എന്നതാണ് ആ കാർട്ടൂൺ. ഒപ്പം ശനിയാഴ്ച ക്ലാസ് വേണ്ട എന്ന തലക്കെട്ടോടുകൂടി കേരള കൗമുദി ആദ്യ പേജിൽ തന്നെ നൽകിയിട്ടുള്ള ഒരു പ്രധാന വാർത്തയുണ്ട്. സ്കൂളുകളിൽ 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കുവാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയ വാർത്തയാണ് പ്രാധാന്യത്തോടെ കേരള കൗമുദി പിന്നീട് നൽകിയിട്ടുള്ള വാർത്ത. കേരള കൗമുദിയുടെ ഉൾപേജുകളിലേക്ക് പോകുമ്പോൾ സ്വപ്നങ്ങൾ ബാക്കിയാക്കിയെന്ന തലക്കെട്ടോടുകൂടി ദുരന്ത മേഖലയായ വയനാട് ചൂരൽമല സന്ദർശിക്കാനായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയപ്പോഴുള്ള ചിത്രം. വിലാപങ്ങൾ ഒടുങ്ങാതെ എന്ന തലക്കെട്ടോടുകൂടി ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ചിത്രങ്ങളും ഒപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ക്യാമ്പുകളിലെത്തി ജനങ്ങളെ സന്ദർശിച്ച ചിത്രവുമുണ്ട്, വാർത്തകളുമുണ്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ മാധ്യമത്തിൽ സ്കൂൾ ശനിയാഴ്ചയും പ്രവൃത്തി ദിനമാക്കുന്ന വാർത്തയ്ക്ക് മാധ്യമവും ആദ്യ പേജിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. വിട പറയും നേരം എന്ന തലക്കെട്ടോടുകൂടി ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട മൃതശരീരവുമായി രക്ഷാപ്രവർത്തകർ നടന്നു നീങ്ങുന്ന ചിത്രം. ഒപ്പം ദുരന്തമുഖത്തെ മറ്റ് ശ്രദ്ധേയമായ വിവരങ്ങളും വാർത്തകളും നൽകിയിട്ടുണ്ട്. ഇവിടെ ഉയരുന്നത് വിലാപത്തിൻ മാറ്റുള്ളി എന്ന തലക്കെട്ടോടുകൂടി ദുരന്തമുഖത്തെ മറ്റു ചില വാർത്തകളും മാധ്യമം ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ചോർച്ച എന്ന വാർത്ത കാർട്ടൂണോടുകൂടി വളരെ ഹാസ്യാവിഷ്കാരത്തോടുകൂടിയാണ് മാധ്യമം ഉൾപേജിൽ നൽകിയിട്ടുള്ളത്. അയോധ്യ ക്ഷേത്രത്തിൽ നിന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു, എന്നിട്ടും കുട എടുത്തില്ലേ സാറേ എന്നാണ് തലക്കെട്ട്. പുതിയ പാർലമെന്റിൽ ചോർച്ച. മലയാള മനോരമയുടെ ഉൾപേജിൽ ഇന്ന് വലിയ പ്രാധാന്യത്തോടുള്ള മറ്റ് വാർത്തകൾ. ശനിയാഴ്ചകളിലെ സ്കൂളുകൾ എന്ന സർക്കാർ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കിയ വാർത്ത. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ കൽപ്പന, ശാസ്ത്രജ്ഞർ ഒരക്ഷരം മിണ്ടരുത് എന്നുള്ളതാണ്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ വിദഗ്ധ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ നിന്നും ശാസ്ത്രജ്ഞരെ വിലക്ക് സർക്കാരിന്റെ വിചിത്ര നടപടി. അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് മലയാള മനോരമ ആദ്യ പേജിൽ നൽകിയിട്ടുള്ളത്. മലയാള മനോരമയുടെ കുഞ്ചുകുറുപ്പ് എന്ന കാർട്ടൂൺ പരമ്പരയിൽ ദുരന്ത മേഖലയിൽ ശാസ്ത്രജ്ഞർക്ക് വിലക്ക്, ഉദ്യോഗസ്ഥ നിർദ്ദേശം പിൻവലിച്ച് മുഖ്യമന്ത്രി. ഉത്തര കൊറിയയിലും മറ്റും അങ്ങനെയാണെന്നു പറയാൻ ശ്രമിക്കുകയായിരുന്നു എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത്. ഉടഞ്ഞ് ഉലഞ്ഞ് എന്ന തലക്കെട്ടോടുകൂടി വയനാട്ടിലെ രക്ഷാപ്രവർത്തനവും ഒപ്പം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ സംഭവസ്ഥലം സന്ദർശിച്ച വാർത്ത. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി രണ്ടാമത്തെ പ്രധാന പേജിൽ സാങ്കേതിക സർവകലാശാലയ്ക്ക് സെർച്ച് കമ്മിറ്റിയുടെ സ്റ്റേ ഗവർണർക്ക് വീണ്ടും തിരിച്ചടി എന്ന വാർത്തയാണ് ദേശാഭിമാനി നൽകിയിട്ടുള്ളത്. ഇനി എല്ലാ പത്രങ്ങളുടെയും ഒളിമ്പിക്സിൽ ഇന്ന് വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുള്ളത് സ്വപ്നിൽ കുശാലിന് വെങ്കലം ലഭിച്ച വാർത്തയാണ്. ഒപ്പം ബോക്സിങ്ങുമായി ബന്ധപ്പെട്ട ഇന്ത്യക്ക് തിരിച്ചടി, അങ്ങനെ പല വിജയപരാജയ കഥകളാണ് ഒളിമ്പിക്സിൽ കൊടുത്തിട്ടുള്ളത്. അടുത്ത ദിവസം മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം.